ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അതിന് വേണ്ടത് ആദ്യം ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ബോൺലെസ് ചിക്കൻ ഏകദേശം 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ, ഏകദേശം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്കങ്ങനെ വെക്കണം. നല്ല ചൂടായ പാനിലോട്ട് ഓയിൽ ഒഴിക്കുകയാണ്. അതുപോലെ നമുക്ക് ഈ ചിക്കൻ എന്നിട്ട് അതിലോട്ട് വറുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റും. നമ്മൾ അത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നു. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു ഒനിയനാണ്. കുറച്ച് വലിയ ഒരു ഒനിയൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൊമാറ്റോ ആണ്. ഏകദേശം 4 ടൊമാറ്റോ ഞാൻ എടുക്കുന്നുണ്ട്. ചെറിയൊരു ടൊമാറ്റോസാണ്, അപ്പോൾ അത് 4 ടൊമാറ്റോ വേണം. ആദ്യം നമ്മൾ ഒനിയന് നമ്മൾ ചിക്കൻ വറുത്ത അതേ പാത്രത്തിലോട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രം തന്നെ മതിയല്ല അതിനും കൂടി. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ ഇടാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാഷ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു തിക്കായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. മാത്രമല്ല ബട്ടർ ചിക്കൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാഷ്യൂസാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ഗ്രേവി ആവാൻ വേണ്ടി. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ തന്നെ ഇതിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഏകദേശം നന്നായി ഉടഞ്ഞ് വെന്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഇതിൻ്റെ ചൂടൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കണം. നമ്മൾ നന്നായി തിൻ പേസ്റ്റ് ആക്കണം. പിന്നെ അവസാനം അത് കഴിഞ്ഞ് നമ്മൾ അതേ പാനിലോട്ട് തന്നെയാണ് നമ്മൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും ആഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കസ്തൂരി മേത്തി എന്ന് പറയുന്നത് കുറച്ചുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വെള്ളം പോലെ അല്ലാതെ കുറച്ച് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് റെഡിയായെന്ന്.